ഹായ് ഗായ്സ്, ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പം ഞാനും വിചാരിച്ചു ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും സ്റ്റാർ ഉണ്ടാക്കുന്നു. അപ്പം ഞാനും ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു സിമ്പിൾ സ്റ്റാർ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്കൊരു A4 ഷീറ്റ് വേണം. ആ A4 ഷീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഗം ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇവിടെ ഗം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറ്റേ സൈഡും കൂടി നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്താലാണ് നമ്മുടെ സ്റ്റാറും അതിനനുസരിച്ച് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പേപ്പർ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു 5 ഷീറ്റ് പേപ്പറെങ്കിലും റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഓരോന്നിൻ്റെ മേളിൽ ഒരു ഇൻവേർട്ടഡ് T ഷേപ്പിൽ ഗം ഒട്ടിച്ചിട്ട് 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 5 എണ്ണം സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ലുക്കിലേക്ക് നമുക്കത് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു 5-6 സെറ്റ് പേപ്പറെങ്കിലും റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 6 സെറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 5 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഓരോന്നിൻ്റെ മേളിൽ കൂടെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഒരു സിമ്പിൾ ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ക്രിയേറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ടിങ് ആയിരുന്നു ഇതിനകത്തൊരു മെയിൻ ടാസ്ക്. നല്ല ബുദ്ധിമുട്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ 6 പേപ്പർ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല വൃത്തിയിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ഇൻവേർട്ട് T ഷേപ്പിൽ ഗം ഒട്ടിച്ചിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ച 6 പേപ്പറും 1 by 1 ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഈ സ്റ്റാർ ഹാങ് ചെയ്യാനായിട്ട് ഒരു ത്രെഡ് വേണ്ടേ. അപ്പോൾ നമുക്ക് ത്രെഡ് കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റാറിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഗം ഒട്ടിച്ചിട്ട് ഒരു ത്രെഡ് കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ ഒരു ഇൻവേർട്ടഡ് T ഷേപ്പിൽ ഗം ഒട്ടിച്ചിട്ട് നമ്മുടെ സ്റ്റാർ ഇങ്ങനെ നിവർത്തിയിട്ട് 2 അറ്റവും നമുക്കിത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഒരു സ്റ്റാർ ട്രൈ ചെയ്ത് നോക്കാം. ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.